നോമ്പ് തുറക്ക് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു കിടിലൻ ഐറ്റമാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത്. ഒരു തവണ നിങ്ങൾ ഇത് ഉണ്ടാക്കിയാൽ എല്ലാ ദിവസവും ഇത് തന്നെ ഉണ്ടാക്കും. അത്രക്കും അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നല്ല സിമ്പിളാണ്, എല്ലാവർക്കും ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതുമാണ്. അപ്പോൾ ഇതിന് നമ്മൾ ആദ്യം തന്നെ ബോൺലെസ് ചിക്കൻ എടുക്കാം. അപ്പോൾ ഇതിന് പ്രത്യേകിച്ച് കണക്കൊന്നുമില്ല കേട്ടോ. നിങ്ങൾക്ക് എത്രയാണോ വേണ്ടതെന്ന് വെച്ചാൽ അത്രയും ചിക്കൻ എടുക്കുക. എല്ലൊന്നും ഇല്ലാത്ത ചിക്കൻ എടുത്തിട്ട് ഇതുപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കുക. അതിലേക്ക് നമുക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 2 ടീസ്പൂൺ മുളക് പൊടിയും പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നല്ലോണം ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം. ഇതുപോലെ നന്നായിട്ട് മിക്സ് ആക്കി എടുത്തതിന് ശേഷം നമ്മൾ ഒരു ഫ്രൈ പാൻ എടുത്തിട്ട് അതിലേക്ക് നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഓയിൽ ചൂടായിട്ട് വന്നാൽ നമുക്കിതാ ഈ ചിക്കൻ്റെ പീസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതേപോലെ ഒന്ന് നിരത്തി കൊടുക്കുക. കുറച്ച് സമയം കഴിയുമ്പോൾ ഇതൊന്നും ഇങ്ങനെ വെള്ളം വരാൻ തുടങ്ങും. ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി കേട്ടോ. ഫസ്റ്റ് നിങ്ങൾ ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്താൽ മതി. എന്നിട്ട് ഇതുപോലെ കുറച്ചൊന്ന് വെള്ളമൊക്കെ ഇറങ്ങി വരാൻ തുടങ്ങും. എന്നിട്ട് ആ വെള്ളത്തിൽ തന്നെ നമുക്കിത് കുക്ക് ചെയ്ത് ഫ്രൈ ആക്കിയിട്ട് എടുക്കണം. ഇടയ്ക്കിടയ്ക്ക് ഇതേപോലെ ഇങ്ങനെ ഇളക്കി കൊടുത്താൽ മതി. ഇനി ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതുപോലെ ഇളക്കിയിട്ട് ഒന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കാം. അപ്പോൾ ഇത്രയും മതി. ചിക്കന് ചെറിയ പീസായതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ഉള്ളി ചെറിയ കഷ്ണങ്ങളാക്കിയതും പിന്നെ ഒരു ക്യാപ്സിക്കം കൂടി കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് ഒന്നും കൂടി നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കാം. പിന്നെ ഈ ക്യാപ്സിക്കം ഉള്ളിയൊന്നും ഒരുപാട് കുക്കാവൊന്നും വേണ്ട. ആ റോസ് സ്മെല്ലൊന്ന് മാറി കിട്ടിയാൽ മാത്രം മതി. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്ക് 1/2 കപ്പ് പാലൊഴിച്ച് കൊടുക്കണം. അപ്പോൾ ഞാൻ പാലൊഴിക്കുന്ന സമയത്തുള്ള വീഡിയോ എടുക്കുമ്പോൾ വീഡിയോ റെക്കോർഡായിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാൻ എന്തൊക്കെയാണ് ഇതിൽ ചേർത്തത് എന്നുള്ളത് പറഞ്ഞുതരാം. 1/2 കപ്പ് പാലും 1 ടേബിൾ സ്പൂൺ മൈദയും പിന്നെ കുറച്ച് പെപ്പർ പൗഡറുമാണ് കേട്ടോ നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത്. എന്നിട്ട് ഇത് നന്നായിട്ട് ഇളക്കി മിക്സ് ആക്കി എടുക്കുക. എന്നിട്ട് ഈ പാലൊന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു സ്ലൈസ് ചീസ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് ഞാൻ ചീസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ചീസ് ഒന്ന് മെൽട്ടായിട്ട് വരണം. ഈ ചീസ് ഒന്ന് മെൽട്ട് ആക്കിയിട്ട് നന്നായിട്ട് മിക്സ് ആക്കി എടുത്താൽ മാത്രം മതി. ഇത്രയും മതി കേട്ടോ. നമ്മുടെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഇതുപോലത്തെ ബന്നാണ് വേണ്ടത്. ബന്നല്ലെങ്കിൽ നിങ്ങൾക്ക് ബ്രെഡ് വേണമെങ്കിൽ ബ്രെഡ് എടുക്കാം. പക്ഷെ ബന്നാണ് ഒന്നും കൂടി നല്ലത്. എന്നിട്ട് നമുക്ക് ഇതുപോലെ രണ്ടായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ 2 പീസിലും നമുക്ക് കുറച്ച് സോസ് ഒഴിച്ചു കൊടുക്കാം. ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് സ്പ്രെഡ് ആക്കി കൊടുക്കാം. അതല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ പിസ്സ സോസ് ഉണ്ടെങ്കിൽ അതായാലും മതി. നമ്മൾ ഇതേപോലെ നന്നായിട്ടൊന്ന് സ്പ്രെഡ് ആക്കി കൊടുക്കുക. എന്നിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു മസാല നമുക്ക് ഇതിനകത്തേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഈ ബന്ന് നല്ലപോലെ കവറാകുന്ന രീതിയിൽ നമുക്ക് മസാല ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതാ ഞാൻ 2 എണ്ണത്തിലും മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് നിങ്ങൾക്ക് 2 രീതിയിൽ ചെയ്യാൻ പറ്റും. ഞാനിപ്പോൾ ചെയ്ത പോലെ ജസ്റ്റ് മസാല മാത്രം ഫില്ല് ചെയ്തിട്ട് വെക്കാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ ചീസ് വെച്ച് കൊടുക്കാം. ചീസ് വെച്ച് കഴിഞ്ഞാൽ ഇതൊന്ന് മെൽട്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു സോസ് പാനിൽ കുറച്ച് ബട്ടർ ആക്കാം. എന്നിട്ട് ഇതിൻ്റെ മുകളിലേക്ക് നമുക്കിതാ ഇതുപോലെ ഇങ്ങനെ നിരത്തി വെച്ച് കൊടുക്കണം. എന്നിട്ട് ഒരു 2-3 മിനിറ്റ് മാത്രം നമ്മൾ ലോ ഫ്ലെയിമിൽ ഇത് ഒന്ന് ചൂടാക്കണം കേട്ടോ. നമ്മൾ മുകളിൽ വെച്ചിട്ടുള്ള ഈ ഒരു ചീസ് മെൽട്ടാവാൻ വേണ്ടിയിട്ട് മാത്രമാണ്. നിങ്ങൾക്ക് ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെയും ചെയ്യാം. അതല്ലെങ്കിൽ ചീസ് ഇല്ലാണ്ട് ഫ്രീ ആയിട്ട് വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ചീസ് ചേർക്കുന്നില്ലെങ്കിൽ ചൂടാക്കണമെന്നൊന്നുമില്ല. ജസ്റ്റ് നിങ്ങൾക്ക് ബ്രെഡ് അങ്ങനെ തന്നെ കഴിക്കാം. അപ്പോൾ ഇതാ ഞാൻ ജസ്റ്റ് ഒരു 1-2 മിനിറ്റ് മാത്രം ഇതൊന്ന് ചൂടാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമ്മുടെ അടിപൊളിയായിട്ടുള്ള സ്നാക്ക് റെഡി ആയിട്ടുണ്ട്. കിടിലൻ ടേസ്റ്റാണ്. ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾ മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക. ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യണേ.